Hi viewers, welcome to my YouTube channel Biology Vlogs. എൻ്റെ പേര് രേഷ്മ മുരളി. അപ്പോൾ കേരള PSC ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോസ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫ്രീസിംഗ് മെത്തേഡ്സ് ആണ് നോക്കുന്നത്. ഫ്രീസിംഗ് മീൻസ് റിമൂവൽ ഓഫ് ഹീറ്റ് ഫ്രം ദ ബോഡി. ഫ്രീസിംഗ് എന്ന് പറയുന്നത് ബോഡിയിൽ നിന്ന് ഹീറ്റ് റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഫ്രീസിംഗ് ഈസ് എ പ്രോസസ് ഓഫ് പ്രിസർവേഷൻ ഇൻ വിച്ച് ദ ടെമ്പറേച്ചർ ഓഫ് ഫിഷ് ആൻഡ് ഫിഷറി പ്രോഡക്ട്സ് ഈസ് ലേൺ അറ്റ് -40 centigrade or below with most of the water inside of tissue turning into ice. അതായത് നമ്മൾ ഫ്രീസിംഗ് നടത്തുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രിസർവേഷനാണ്. എന്തിൻ്റെ പ്രിസർവേഷനാണ്? ഫിഷും അതുപോലെ ഫിഷറി പ്രോഡക്റ്റിൻ്റെ പ്രിസർവേഷൻ്റെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഫ്രീസിങ്ങിനെ പറ്റി പറയുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് -40 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് നമ്മൾ ഫ്രീസിങ് നടത്തുന്നത്. അപ്പോൾ എന്താണ്, നമ്മുടെ ടിഷ്യൂ ഫിഷിൻ്റെ ബോഡിയിലുള്ള ടിഷ്യൂവിലുള്ള വാട്ടറൊക്കെ ഐസ് ആവുന്ന വരെയാണ് നമ്മൾ ഫ്രീസിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. Okay, freezing or solidification is a transition phase in which a liquid turns into a solid when its temperature is lowered below its freezing point. Freezing നടക്കുന്ന എപ്പോഴാണ്? അതായത് ഒരു സോളിഡിഫിക്കേഷൻ പ്രോസസ്സാണ് അല്ലേ, വാട്ടർ ഐസ് ആവുന്ന ഒരു പ്രോസസ്സാണ് ഫ്രീസിങ് എന്ന് പറയുന്നത്. ഒരു ട്രാൻസിഷൻ ഫേസ് ആണ്. ആ ഫേസിൽ എന്താ നടക്കുന്നത്? ലിക്വിഡ് നമ്മുടെ സോളിഡ് ആയിട്ടുള്ള ഐസായി മാറുകയാണ് ചെയ്യുന്നത്. എപ്പോഴാണ് സംഭവിക്കുന്നത്? വെൻ ഇറ്റ്സ് ടെമ്പറേച്ചർ ഈസ് ലോവേർഡ് ബിലോ ഇറ്റ്സ് ഫ്രീസിങ് പോയിന്റ്. വാട്ടറിൻ്റെ ഫ്രീസിങ് പോയിന്റിൽ കുറവായിട്ട് ടെമ്പറേച്ചർ മാറുമ്പോഴാണ് ഫ്രീസിങ് എന്ന പ്രോസസ്സ് സാധ്യമാവുന്നത്. ഈ ഫ്രോസൺ ഫിഷ് അല്ലേ, നമ്മളിപ്പം ഫിഷിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് ഫ്രീസിങ്ങിനെ പറ്റി പറയുന്നത്. ഫ്രീസിങ് ഫിഷ് ഈസ് ദ സിംപ്ലസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് നാച്ചുറൽ വേ ഓഫ് പ്രിസർവിങ് ഫിഷ്. Freezing fish is the simplest and most natural way of preserving fish. Freezing is very easy and safe to do. The following are the simple steps to follow in freezing fish. അപ്പോൾ ഫ്രീസിങ് ഫിഷിനെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും സിംപ്ലസ്റ്റും നാച്ചുറലും ആയിട്ടുള്ള വേ ആണെന്ന് പറയുന്നത് ഫ്രീസിങ് എന്ന് പറയുന്നത്. ഫ്രീസിങ് ചെയ്യുന്നത് എങ്ങനെയാണ്? വളരെ ഈസി ആയിട്ട് ചെയ്യാം, അതുപോലെ തന്നെ സേഫുമാണ്. മറ്റ് കെമിക്കൽ റിയേജൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഫ്രീസിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എന്താണ്? സെലക്ട് ഫ്രഷ് ഫിഷ് ഫോർ ഫ്രീസിങ്. ഫ്രീസിങ്ങിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ഫിഷിനെ സെലക്ട് ചെയ്യുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ആയിരിക്കണം. പിന്നെ എന്താണ്? ഇഫ് ദ ഫിഷ് ആർ സ്മോൾ ലൈക്ക് dilis, വാഷ് ആൻഡ് ഫ്രീസ് റൈറ്റ് എവേ. അപ്പം ചെറിയ മത്സ്യങ്ങളൊക്കെ ആണെങ്കിൽ ഉടനെ തന്നെ അവരെ വാഷ് ചെയ്തിട്ട് റൈറ്റ് എവേ തന്നെ നമുക്ക് ഫ്രീസ് ചെയ്യാം. പിന്നെ if fish are large like bungus, remove scales, entrails, trim fins, tail and then wash. അപ്പം എന്താണ്, ബംഗസ് പോലുള്ള ലാർജ് ഫിഷൊക്കെ ആണെങ്കിൽ അതിൻ്റെ സ്കെയിൽസൊക്കെ ഒരുപാട് കാണുമല്ലോ. അപ്പോൾ സ്കെയിൽസൊക്കെ റിമൂവ് ചെയ്തിട്ട് ടൈലും അതുപോലെ ഫിൻസും ഒക്കെ കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ വാഷ് ചെയ്തിട്ട് വേണം ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? wrap fish in plastic wrap or put in container packed tightly to eliminate air. അപ്പോൾ എയറിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, റാപ്പ് ചെയ്യണം. പ്ലാസ്റ്റിക് റാപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫിഷിനെയൊക്കെ കണ്ടെയ്നറിൽ ഇട്ടതിന് ശേഷം പ്ലാസ്റ്റിക് റാപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് റാപ്പ് ചെയ്യണം. ദെൻ ലേബിൾ റാപ്പ് ഫിഷ് ഓർ കണ്ടെയ്നർ വിത്ത് നെയിം ആൻഡ് ഡേറ്റ്. അപ്പം നമ്മൾ ഈ ഒരുപാട് ഫിഷസിനെയൊക്കെ ഫ്രീസ് ചെയ്താണ് പ്രിസർവ് എന്നുണ്ടെങ്കിൽ, അതായത് കൊമേഴ്ഷ്യലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയണ്ടേ ഏത് ഡേറ്റാണ് നമ്മൾ ഫ്രീസ് ചെയ്തെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഫിഷിൻ്റെ പഴക്കം അറിയാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ട് നമ്മൾ ഫിഷിൻ്റെ നെയിമും അതുപോലെ തന്നെ ഫ്രീസ് ചെയ്ത ഡേറ്റ് നമ്മൾ ഉറപ്പായിട്ട് ലേബലിന് മുന്നിൽ എഴുതിയിരിക്കണം. ദെൻ ഫ്രീസ് ഇമ്മീഡിയറ്റ്ലി. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഉടനെ തന്നെ നമുക്ക് ഫ്രീസ് ചെയ്യാവുന്നതാണ്. ദിസ് ഈസ് മോർ എഫക്റ്റീവ് മെത്തേഡ് ദാൻ ചില്ലിങ്. അപ്പോൾ ചില്ലിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ജസ്റ്റ് ഫ്രഷ് ഫിഷിൻ്റെ മുകളിലേക്ക് നമ്മൾ ഐസ് കട്ട വാരിയിടുകയാണ് ചെയ്യുന്നത് കൂളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫ്രീസിങ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഫിഷിനെ നമ്മൾ എന്താണ് റെഫ്രിജറേറ്ററിൻ്റെ ഫ്രീസറിലേക്ക് കയറ്റി ഫ്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് മോർ എഫക്റ്റീവ് മെത്തേഡാണ്. ചില്ലിങ്ങിനേക്കാളും സ്പോയിലേജിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ് ഫ്രീസിങ് എന്ന് പറയുന്നത്.
freezing is achieved either by using a mixture of ice and salt or refrigeration. ഇപ്പോൾ ഫ്രീസിങ് എന്ന് പറയുന്നത് നമ്മളെന്താണ് ഐസിൻ്റെ കൂടെ തന്നെ സാൾട്ട് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് റെഫ്രിജറേറ്ററിലാണ് നമ്മൾ ഫ്രീസിങ് ചെയ്യുന്നത്. ഇനി ഫ്രീസിങ് ടൈപ്സ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ലോ ഫ്രീസിങ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്വിക്ക് ഫ്രീസിങ്. അപ്പം മെയിനായിട്ടും ഫ്രീസിങ് ടൈപ്സ് രണ്ട് തരത്തിലാണുള്ളത്. സ്ലോ ഫ്രീസിങ്ങും ഉണ്ട്, ക്വിക്ക് ഫ്രീസിങ്ങും ഉണ്ട്. സ്ലോ ഫ്രീസിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ പേരിൽ തന്നെ ഉണ്ടല്ലേ. ദ ടെമ്പറേച്ചർ ഈസ് യൂഷ്വലി -25°C or lower but may vary from -15 centigrade to -29 centigrade and freezing may take 3 to 72 hours. അപ്പം സ്ലോ ഫ്രീസിങ്ങിൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -25°C താഴെയുള്ള ടെമ്പറേച്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഫുള്ളായിട്ട് ഫ്രീസ് ചെയ്യാൻ വേണ്ടി ഏകദേശം 3 to 72 hours എടുക്കുന്നത്. ഇനി ക്വിക്ക് ഫ്രീസിംഗ് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് എ സഡൻ ഡിക്രീസ് ഇൻ ദ ടെമ്പറേച്ചർ ഓഫ് ഫിഷ് അപ് ടു ഫ്രീസിങ്. അപ്പോൾ ഫ്രീസിങ് ടെമ്പറേച്ചർ വരെ എത്തുന്നതിനുള്ള ഒരു സഡൻ ആയിട്ടുള്ളൊരു ടെമ്പറേച്ചറിൻ്റെ ഡിക്രീസാണ് നമ്മൾ ക്വിക്ക് ഫ്രീസിങ്ങിൽ സംഭവിക്കുന്നത്. ദ ടെമ്പറേച്ചർ യൂഷ്വലി -40 centigrade ആൻഡ് ഫ്രീസിങ് ടൈം ഈസ് 30 minutes to 1 hour. അപ്പോൾ ഇവിടെ ക്വിക്ക് ഫ്രീസിങ്ങിൽ നമ്മൾ -40 centigrade ആണ് ടെമ്പറേച്ചർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ 30 minutes to 1 hour തന്നെ കുക്കായിട്ട് അത് ഫ്രീസ് ആയിപ്പോവും. സ്ലോ ഫ്രീസിങ്ങിലാണെങ്കിൽ -25° താഴെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -15 to -29 centigrade വരെ ആവാം. ഇപ്പോൾ ഫ്രീസിങ് ടൈം എന്ന് പറയുന്നത് സ്ലോ ഫ്രീസിങ്ങിൽ 3 to 72 hours ആണ്. പക്ഷേ ക്വിക്ക് ഫ്രീസിങ്ങിൽ -40°C ആണ് ടെമ്പറേച്ചർ. ടൈം എന്ന് പറയുന്നത് 30 minutes to 1 hour ആണ്. ഇനി ഫ്രീസർ ടൈപ്സ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എയർ ബ്ലാസ്റ്റ് ഫ്രീസേഴ്സ്. അപ്പോൾ എയർ ബ്ലാസ്റ്റ് ഫ്രീസേഴ്സാണ് ഫ്രീസർ ടൈപ്പിൽ ഫസ്റ്റ് വരുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, കോൾഡ് എയർ ഈസ് സർക്കുലേറ്റഡ് ബൈ ഫാൻസ് ഓവർ ആൻഡ് ഇവാപ്പറേറ്റർ. ഒരു ഇവാപ്പറേറ്ററിൻ്റെ മുകളിലൂടെ കോൾഡ് എയർ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഒരു ഫാൻ യൂസ് ചെയ്തിട്ട്. അതാണ് എയർ ബ്ലാസ്റ്റ് ഫ്രീസേഴ്സിൽ നടക്കുന്നത്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് കോണ്ടാക്ട് ഫ്രീസേഴ്സ് ഉണ്ട്. കോണ്ടാക്ട് ഫ്രീസേഴ്സിൽ എന്താണ്, ഫ്രീസിങ് ബൈ പ്ലേസിങ് ദ പ്രോഡക്ട്സ് ഇൻ ഡയറക്റ്റ് കോണ്ടാക്ട് ഓർ പ്ലേറ്റ് ഫ്രീസേഴ്സ്. അപ്പം നമ്മളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു പ്ലേറ്റ് ഫ്രീസർ ഉണ്ട്, അതിൻ്റെ മുകളിലേക്ക് വെക്കുമ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ അതിനെ ഫ്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനാണ് കോണ്ടാക്ട് ഫ്രീസേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പം എയർ ബ്ലാസ്റ്റ് ഫ്രീസേഴ്സ് ആണ്. ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ്, കോൾഡ് എയറിനെ ഒരു ഫാനിൻ്റെ സഹായത്തോടെ സർക്കുലേറ്റ് ചെയ്യുന്നു. ഒരു ഇവാപ്പറേറ്ററിൻ്റെ മുകളിലൂടെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാണ് എയർ ബ്ലാസ്റ്റ് ഫ്രീസേഴ്സിൽ ചെയ്യുന്നത്. കോണ്ടാക്ട് ഫ്രീസേഴ്സിലാണെങ്കിൽ പ്ലേറ്റ് ഫ്രീസേഴ്സ് കാണും. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് എടുത്ത് വെച്ചിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ തന്നെ അത് ഫ്രീസായിട്ട് പോകും. തേർഡ് വൺ എന്ന് പറയുന്നത് ഇമേർഷൻ ആൻഡ് സ്പ്രേ ഫ്രീസേഴ്സ് ആണ്. ഡയറക്റ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ എ കോൾഡ് ലിക്വിഡ് ഓർ ഗ്യാസ് ഫ്രം ദാറ്റ് ലിക്വിഡ് ആൻഡ് ദ ഫിഷ്. അതായത് ഇമേർഷൻ ആൻഡ് സ്പ്രേ ഫ്രീസേഴ്സിൽ മെയിനായിട്ട് വരുന്ന ലിക്വിഡ് നൈട്രജൻ ആണ്. നിങ്ങൾക്കറിയാം എന്ന് വിചാരിക്കുന്നു. ലിക്വിഡ് നൈട്രജൻ എന്ന് പറയുമ്പോൾ ലിക്വിഡ് ഫോമാണ്. പക്ഷേ അതിലേക്ക് നമ്മൾ എന്തൊരു സാധനം ഇട്ടാലും അത് പെട്ടെന്ന് ഫ്രീസായിട്ട് വളരെ റോബസ്റ്റായിട്ട് മാറും. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് എന്ന് പറയുന്നത് ഇമേർഷൻ ആൻഡ് സ്പ്രേ ഫ്രീസേഴ്സ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ എ കോൾഡ് ലിക്വിഡ് ക്യാൻ ബി ലിക്വിഡ് നൈട്രജൻ ഓർ ഗ്യാസ് ഫ്രം ദാറ്റ് ദ ലിക്വിഡ് ആൻഡ് ദ ഫിഷ്. ഓക്കെ, അപ്പം ഫിഷൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഫ്രീസായിട്ട് മാറും. ഫിഷ് എന്നല്ല, ഏതൊരു ടിഷ്യൂ ഇട്ടാലും നമുക്ക് ലിക്വിഡ് നൈട്രജൻ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഫ്രീസായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ ഫ്രീസിങ് മെത്തേഡ് ഓഫ് ഫിഷ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, വാഷ് ചെയ്യണം. പിന്നെ ഡീസ്കെയിലിംഗ് ചെയ്യണം, സ്കെയിൽസൊക്കെ റിമൂവ് ചെയ്യണം. റിമൂവൽ ഓഫ് ഗട്ട്, റിമൂവൽ ഓഫ് ഹെഡ്, റിമൂവൽ ഓഫ് ഫിൻസ്, ദെൻ സ്റ്റോർ ഇൻ ഫ്രീസർ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകതകൾ എന്ന് വെച്ചാൽ നമ്മളുടെ ഫിഷിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ റിമൂവ് ചെയ്തിട്ട് ഹെഡ്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഗട്ട്, അങ്ങനെയുള്ള ഓർഗൻസ് എല്ലാം റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റോർ ചെയ്യാൻ. ഇനി പർപ്പസ് ഓഫ് ഫ്രീസിങ് നോക്കാം. ടു സ്ലോ ഡൗൺ ഫിഷ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഫ്രീസിങ് എന്ന് പറയുന്നത് തന്നെ ഒരു ഫിഷിൻ്റെ പ്രിസർവേഷൻ മെത്തേഡിൽ വരുന്നൊരു ടെക്നിക്കാണ്. അതെന്ന് പറയുന്നത് തന്നെ ഫിഷിൻ്റെ സ്പോയിലേജിനെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടു ഇൻക്രീസ് ദ ഷെൽ ലൈഫ് ഓഫ് ഫിഷ്. അപ്പം സ്പോയിലേജിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഫിഷിൻ്റെ ഷെൽ ലൈഫ് കൂട്ടും അല്ലേ. ടു പ്രിവെൻറ്റ് ദ മൈക്രോബിയൽ ഗ്രോത്ത്, അതുപോലെ തന്നെ മൈക്രോബിയൽ ഫംഗസ്, അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെയൊക്കെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ബാക്ടീരിയൽ ആക്ടിവിറ്റിയെ കുറയ്ക്കും.
പ്രോബ്ലംസ് ഡ്യൂറിങ് ഫ്രീസിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡെസിക്കേഷൻ സ്റ്റാർട്ട്സ് ഫ്രം ദ സർഫസ് ഓഫ് ദി ബോഡി. ഡിസ്കളറേഷൻ ഒക്കോസ് ഡ്യൂ ടു ബ്രേക്ക് ഡൗൺ ഓഫ് ഹീമോഗ്ലോബിൻ. അപ്പം ഈ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫിഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു ഡിസ്കളറേഷൻ കാണും. നോർമൽ കളറിനേക്കാളും ഒരു കുറച്ച് വേരിയേഷൻ കാണും. കാരണം എന്താണ്, അവരുടെ ഹീമോഗ്ലോബിനൊക്കെ ബ്രേക്ക് ഡൗൺ ആവുന്നത് കൊണ്ടാണ് ആ ഒരു ഡിസ്കളറേഷൻ വരുന്നത്. ടഫ്നെസ് ഓഫ് മസിൽസ് ഇൻക്രീസസ്. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഫിഷൊക്കെ ആണെങ്കിൽ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എന്താണ് മസിലൊക്കെ കുറച്ച് ടഫായിട്ട് മാറുന്നതായിട്ട് കാണാം. പ്രോട്ടീൻസ് ഇൻവേഴ്സിവ്ലി ഡീഹൈഡ്രേറ്റഡ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രോബ്ലംസ് ഡ്യൂറിങ് എന്താ പറയുന്നത് ഫ്രീസിങ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇത്രയാണ് ഫ്രീസിങ്ങിൽ പറയാനുള്ള. ഇതുപോലെ തന്നെ മറ്റൊരു മെത്തേഡാണ് ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീസ് ഡ്രൈയിങ് എന്തെന്ന് നോക്കാം. രണ്ടും ഡിഫറെൻറ്റ് ടെക്നിക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോകരുത് കേട്ടോ. ഫ്രീസ് ഡ്രൈയിങ് എന്താണെന്ന് നോക്കാം. ഫ്രീസ് ഡ്രൈയിങ് ഈസ് ഓൾസോ കാൾഡ് ലയോഫിലൈസേഷൻ. അപ്പോൾ ഇതൊരു മെയിനായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. പല PSC എക്സാമിന്, അതായത് സുവോളജി റിലേറ്റഡ് ആയിട്ടുള്ള പല എക്സാംസിന് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഫ്രീസ് ഡ്രൈയിങ് ഈസ് ഓൾസോ കാൾഡ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് കാണും. അതിലൊന്ന് എന്തായിരിക്കും, ലയോഫിലൈസേഷൻ ആയിരിക്കും. അപ്പം നിങ്ങൾ ഓർത്ത് വെക്കുക, ഫ്രീസ് ഡ്രൈയിങ്ങിൻ്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്, ലയോഫിലൈസേഷൻ. ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് മെറ്റീരിയൽ ഈസ് ഫ്രീസ്, ദെൻ ഹൈ പ്രഷർ വാക്വം ഈസ് അപ്ലൈഡ് ടു സബ്ലിമേറ്റ് ദ വാട്ടർ ഇൻ ദ ഫോം ഓഫ് വേപ്പർ. അപ്പം ഫ്രീസ് ഡ്രൈയിങ്ങിൽ എന്താ സംഭവിക്കുന്നത്, ആദ്യമേ നമ്മൾ ഫ്രീസ് മെറ്റീരിയലിനെ ഫ്രീസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഹൈ പ്രഷറുള്ള വാക്വം ഉപയോഗിച്ചിട്ട് നമ്മൾ അതിലുള്ള വാട്ടർ കണ്ടൻറ്റ് അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റിനെ നമ്മൾ സബ്ലിമേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രോസസ് വാസ് ഫസ്റ്റ് അപ്ലൈഡ് ടു ഫുഡ് പ്രോഡക്ട്സ് ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ. Coffee was first freeze-dried food products to be produced, but now vegetables, fruits, meats, fish, dairy products, herbs and food flavorings can be freeze-dried. അപ്പോൾ freeze-dried ചെയ്യുന്ന ഫുഡ് പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റായിട്ട് ഫ്രീസ് ഡ്രൈ ചെയ്തത് കോഫിയാണ്. അതിനുശേഷം എന്താണ്, ഇപ്പോൾ വെജിറ്റബിൾസ്, ഫിഷ്, അതുപോലെ മീറ്റ്, ഡയറി പ്രോഡക്ട്സ് എല്ലാം തന്നെ നമ്മൾ ഫ്രീസ് ഡ്രൈ ചെയ്ത് പ്രിസർവ് ചെയ്യാറുണ്ട്. പ്രിൻസിപ്പിൾ നോക്കാം. ബേസ്ഡ് ഓൺ സബ്ലിമേഷൻ, where water passes directly from the solid state to vapor state without passing through the liquid phase. അപ്പം നിങ്ങൾ +2-നൊക്കെ പഠിച്ച് കാണാം, സബ്ലിമേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. അവിടെ എന്താ സംഭവിക്കുന്നത്, മെയിനായിട്ട് സോളിഡ് സ്റ്റേറ്റിലുള്ളൊരു എന്താണ് വസ്തു ഡയറക്റ്റായിട്ട് വേപ്പർ ഫേസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് ലിക്വിഡ് ഫേസിലേക്ക് പോകുന്നില്ല. സാധാരണ സോളിഡ് പിന്നെ എന്തായി മാറും, ലിക്വിഡ് ഫോം ആവും. ലിക്വിഡ് പിന്നെ ആണല്ലോ വേപ്പർ ഫേസിലേക്ക് പോകുന്നത്. പക്ഷേ സബ്ലിമേഷനിൽ സോളിഡ് സ്റ്റേറ്റ് ഡയറക്റ്റായിട്ട് വേപ്പർ ഫേസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ എന്താണ് കർപ്പൂരം ഇല്ലേ, കർപ്പൂരം കത്തിക്കുമ്പോൾ അത് കർപ്പൂരം എന്ന് പറയുന്നത് സോളിഡ് ആണല്ലോ. അപ്പോൾ അത് കത്തിക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ലിക്വിഡ് ആവാതെ തന്നെ പെട്ടെന്ന് അതെന്തായി മാറുക ചെയ്യുന്നത്, വേപ്പർ ഫേസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഒരു എക്സാമ്പിൾ പറയുന്നത്. അപ്പോൾ ലയോഫിലൈസേഷനിലെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഫ്രീസ് ഡ്രൈയിങ്ങിൻ്റെ ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഫ്രീസ് ഡ്രൈയിങ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സബ്ലിമേഷനാണ് ആൻസർ. ഓക്കെ, ലയോഫിലൈസേഷൻ എന്ന് പറയുന്ന ഫ്രീസ് ഡ്രൈയിങ്ങിൻ്റെ മറ്റൊരു പേരാണ്. പക്ഷേ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സബ്ലിമേഷനാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം ആ ഒരു പോയിന്റ്. സബ്ലിമേഷൻ ഓഫ് വാട്ടർ ക്യാൻ ടേക്ക് പ്ലേസ് അറ്റ് പ്രഷേഴ്സ് ആൻഡ് ടെമ്പറേച്ചേഴ്സ് ബിലോ ട്രിപ്പിൾ പോയിന്റ്. അപ്പോൾ ട്രിപ്പിൾ പോയിന്റിൽ താഴെയാണെങ്കിലാണ് വാട്ടറിൻ്റെ സബ്ലിമേഷൻ നടക്കുന്നത്. ദാറ്റ് ഈസ് 4.579 millimeter ഓഫ് മെർക്കുറി ആൻഡ് 0.0099 degree Celsius. അവിടെയാണ് വാട്ടറിൻ്റെ സബ്ലിമേഷൻ നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ട്രിപ്പിൾ പോയിന്റിൽ താഴെയുള്ള ടെമ്പറേച്ചറിലാണ് വാട്ടറിൻ്റെ സബ്ലിമേഷൻ നടക്കുന്നത്. മെറ്റീരിയൽ ടു ബി ഡ്രൈഡ് ഈസ് ഫസ്റ്റ് ഫ്രോസൺ ആൻഡ് ദെൻ സബ്ജക്റ്റഡ് അണ്ടർ എ ഹൈ വാക്വം ടു ഹീറ്റ്. ഫ്രോസൺ ലിക്വിഡ് സബ്ലിംസ് ലീവിങ് ഓൺലി സോളിഡ് ഡ്രൈഡ് കമ്പോണൻസ്. അപ്പം മെറ്റീരിയൽ ഏതാണോ ഡ്രൈ ചെയ്യേണ്ടത് അതിനെ ആദ്യമേ ഫ്രോസൺ ചെയ്യുക. പിന്നെന്താണ്, ഹൈ വാക്വം കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ലിക്വിഡ് കണ്ടന്റിനെ സബ്ലിമേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫേസ് ഡയഗ്രാം ഓഫ് വാട്ടർ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരു A എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. അതാണ് വാട്ടറിൻ്റെ ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. ആ ട്രിപ്പിൾ പോയിന്റിന് താഴെയായിരിക്കും എപ്പോഴും സബ്ലിമേഷൻ നടക്കുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സബ്ലിമേഷൻ നടക്കുന്നത് ട്രിപ്പിൾ പോയിന്റിന് താഴെയായിരിക്കും
So lyophilization is carried out below the triple point to enable conversion of ice into vapor without entering the liquid phase. അതപ്പം ലിക്വിഡ് ഫേസിൽ എൻ്റർ ചെയ്യാതെ തന്നെ ഐസ് ഡയറക്റ്റായിട്ട് വേപ്പറായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അറ്റ് സബ്ലിമേഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. എവിടെയാണ് ഇപ്പം 4 ഓപ്ഷൻ കാണും. ട്രിപ്പിൾ പോയിന്റ്, എബോവ് ട്രിപ്പിൾ പോയിന്റ്, ബിലോ ട്രിപ്പിൾ പോയിന്റ്, അറ്റ് ട്രിപ്പിൾ പോയിന്റ്, എവിടെയാണ് സബ്ലിമേഷൻ നടക്കുന്നതെന്ന് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അതിന് ആൻസർ ഏതാണ്? ബിലോ ട്രിപ്പിൾ പോയിന്റ് ആണ് സബ്ലിമേഷൻ അഥവാ ലയോഫിലൈസേഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി ഫ്രീസ് ഡ്രൈയിങ്ങിൻ്റെ സ്റ്റെപ്സ് നോക്കാം. പ്രീ ട്രീറ്റ്മെൻറ്റ്, ദെൻ ഫ്രീസിങ്. അതും ഒരു പ്രീ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ദെൻ ഫ്രീസ് ചെയ്യുക, അതിനുശേഷം പ്രൈമറി ഡ്രൈയിങ് ഉണ്ട്, സെക്കൻഡറി ഡ്രൈയിങ് ഉണ്ട്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ പ്രീ ട്രീറ്റ്മെൻറ്റിൽ എന്താ നടക്കുന്നത്? മെത്തേഡ് ഓഫ് ട്രീറ്റിംഗ് ദ പ്രോഡക്റ്റ് പ്രയർ ടു ഫ്രീസിങ്. പ്രീ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഫ്രീസിങ്ങിന് മുന്നോടിയായിട്ട് നമ്മളൊരു പ്രോഡക്റ്റിനെ എന്താണ് ഒരു ട്രീറ്റ് ചെയ്യുന്നതിനാണ് പ്രീ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡ് കോൺസെൻട്രേറ്റിംഗ് ദ പ്രോഡക്റ്റ്, ഫോർമുലേഷൻ, റിവിഷൻ, ഡിക്രീസിങ് എ ഹൈ വേപ്പർ പ്രഷർ സോൾവെൻറ്റ് ഓർ ഇൻക്രീസിങ് ദ സർഫസ് ഏരിയ. ഇതെല്ലാം തന്നെ പ്രീ ട്രീറ്റ്മെൻറ്റിൽ വരാൻ പറ്റുന്നതാണ്. ദെൻ ഫ്രീസിങ്ങിൽ എന്താ നടക്കുന്നത്? സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രീസിങ് ആണ്. ദ പ്രോഡക്റ്റ് ഈസ് ഫ്രോസൺ ആവുന്ന ഒരു സ്റ്റെപ്പാണ് ഫ്രീസിങ് എന്ന് പറയുന്നത്. ദിസ് പ്രൊവൈഡ് എ നെസസറി കണ്ടീഷൻ ഫോർ ലോ ടെമ്പറേച്ചർ ഡ്രൈയിങ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫ്രീസിങ് എന്ന് പറയുന്നത് വളരെ നെസസറി ആയിട്ടൊരു കണ്ടീഷനാണ്. എന്തിനാണ്? ലോ ടെമ്പറേച്ചർ ഡ്രൈയിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഫ്രീസിങ് ടെമ്പറേച്ചേഴ്സ് ആർ ബിറ്റ്വീൻ -50°C ആൻഡ് -80°C. അപ്പോൾ ഫ്രീസിങ്ങിൻ്റെ ടെമ്പറേച്ചർ അതാണ് -50 to -80°C ഫ്രീസിങ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പ്രൈമറി ഡ്രൈയിങ് ഉണ്ടെന്ന് പറഞ്ഞു. പ്രൈമറി ഡ്രൈയിങ്ങിൽ എന്താ നടക്കുന്നത്? പ്രഷർ ഈസ് ലോവേർഡ്. അപ്പോൾ ലിക്വിഡിൻ്റെ പ്രഷർ കുറയ്ക്കുന്നു, അല്ലെങ്കിൽ ഏത് മെറ്റീരിയലാണോ അതിൻ്റെ പ്രഷർ കുറയ്ക്കുന്നു. ആൻഡ് ഇനഫ് ഹീറ്റ് ഈസ് സപ്ലൈഡ് ടു ദ മെറ്റീരിയൽ ഫോർ ദ ഐസ് ടു സബ്ലിമേറ്റ്. അപ്പം പ്രഷർ കുറച്ചിട്ട് എന്താണ്, എത്രമാത്രം ഹീറ്റാണോ വേണ്ടത് അത് സപ്ലൈ ചെയ്യുന്നു, മെറ്റീരിയലിലേക്ക് സപ്ലൈ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഐസ് സബ്ലിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹീറ്റ് കൊടുക്കുന്നു. ദിസ് ഫേസ് മേ ബി സ്ലോ ബിക്കോസ് ഇഫ് ടു മച്ച് ഹീറ്റ് ഈസ് ആഡഡ് ദ മെറ്റീരിയൽ സ്ട്രക്ചർ കുഡ് ബി ആൾട്ടേഡ്. അപ്പോൾ അത് വളരെ കുറച്ച് ചെറുതായിട്ട് ഹീറ്റ് കൊടുത്തിട്ടാണ് സബ്ലിമേറ്റ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഒരുപാട് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മെറ്റീരിയൽസിൻ്റെ സർഫസൊക്കെ എന്താണ് സ്പോയിലേജ്, സർഫസിൻ്റെ സ്ട്രക്ചറൊക്കെ ആൾട്ടേഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം വളരെ കുറച്ചായിട്ടാണ് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നത്. എന്തിനാണ്? സബ്ലിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി സെക്കൻഡറി ഡ്രൈയിങ്ങിൽ എന്താ നടക്കുന്നത്? ടു റിമൂവ് അൺഫ്രോസൺ വാട്ടർ മോളിക്യൂൾസ് സിൻസ് ദ ഐസ് വാസ് റിമൂവ്ഡ് ഇൻ ദ പ്രൈമറി ഡ്രൈയിങ് ഫേസിൽ. അപ്പം പ്രൈമറി ഡ്രൈയിങ് ഫേസിൽ നമ്മൾ എന്താ ചെയ്തത്? ഐസിലെ വാട്ടറിനെ, അപ്പം ഐസിനെ നമ്മൾ റിമൂവ് ചെയ്താൽ ഐസ് വേപ്പറായിട്ട് മാറി പ്രൈമറി സ്റ്റേജിൽ. പിന്നെന്താണ്? ഇനി ഏതെങ്കിലും അൺഫ്രോസൺ ആയിട്ടുള്ള വാട്ടർ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡറി ഡ്രൈയിങ് ചെയ്യുന്നത്. ഇൻ ദിസ് the temperature is raised higher than in the primary drying phase. സെക്കൻഡറി ഡ്രൈയിങ്ങിൽ പ്രൈമറി ഡ്രൈയിങ് സ്റ്റേജിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കും. ടു ബ്രേക്ക് എനി ഫിസിക്കോ കെമിക്കൽ ഇൻറ്ററാക്ഷൻസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഏതെങ്കിലും ഫിസിക്കോ കെമിക്കൽ ഇൻറ്ററാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെമ്പറേച്ചറാണ് നമ്മൾ സെക്കൻഡറി ഡ്രൈയിങ്ങിൽ കൊടുക്കുന്നത്. ഇനി നമ്മൾ ഫ്രീസ് ഡ്രൈയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ എക്വിപ്മെൻറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വന്ന് റെഫ്രിജറേഷൻ സിസ്റ്റമാണ്, സെക്കൻഡ് വൺ വാക്വം സിസ്റ്റം, തേർഡ് വൺ കൺട്രോൾ സിസ്റ്റം, ഫോർത്ത് വൺ പ്രോഡക്റ്റ് ചേംബർ ഓർ മാനിഫോൾഡ്, ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് കണ്ടൻസർ. അപ്പോൾ ഇത്രയാണ് ഫ്രീസ് ഡ്രൈയിങ് ചെയ്യുന്ന എക്വിപ്മെൻറ്റ്സ്. ഇപ്പോൾ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? റെഫ്രിജറേഷൻ സിസ്റ്റം ആയിരുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? കൂൾസ് ദ കണ്ടൻസർ ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ ഫ്രീസ് ഡ്രയർ. ഇറ്റ് ഓൾസോ കൂൾ ഷെൽസ് ഇൻ ദ പ്രോഡക്റ്റ് ചേംബർ ഫോർ ദ ഫ്രീസിങ് ഓഫ് പ്രോഡക്റ്റ്. അപ്പോൾ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ എന്താണ്? കണ്ടൻസറിനെ കൂൾ ചെയ്യും, അതുപോലെ തന്നെ അതായത് ഫ്രീസ് ഡ്രയറിനകത്തുള്ള കണ്ടൻസറിനെ കൂൾ ചെയ്യും. അതുപോലെ എന്താണ്? ഈ പ്രോഡക്റ്റൊക്കെ വെക്കുന്ന ഒരു ഷെൽഫ് കാണുമല്ലോ, ആ ഷെൽഫിനെ എല്ലാം തന്നെ എന്ത് ചെയ്യും? കൂൾ ചെയ്യും. എന്നാലല്ല നമ്മുടെ പ്രോഡക്റ്റിനെ പെട്ടെന്ന് ഫ്രീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വാക്വം സിസ്റ്റത്തിൽ എന്താ നടക്കുന്നത് നോക്കാം. കൺസിസ്റ്റ് ഓഫ് എ സെപ്പറേറ്റ് വാക്വം പമ്പ്. വാക്വം സിസ്റ്റത്തിൽ സെപ്പറേറ്റ് വാക്വം പമ്പ് ഉണ്ട്, വിച്ച് ഈസ് കണക്റ്റഡ് ടു ആൻ എയർ ടൈറ്റ് കണ്ടൻസർ. ഈ വാക്വം പമ്പിനെ ഒരു എയർ ടൈറ്റ് കണ്ടൻസറുമായിട്ട് കണക്ട് ചെയ്തേക്കാണ്. ആൻഡ് അറ്റാച്ച് ടു
പ്രോഡക്റ്റ് ചേമ്പർ. അതുപോലെ അത് ഒരു പ്രോഡക്റ്റ് ചേമ്പറുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കുവാണ്. ഈ പ്രോഡക്റ്റ് ചേമ്പറിലാണ് നമ്മുടെ ഫിഷ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഏത് ഫുഡാണോ നമുക്ക് ഫ്രീസ് ഡ്രൈ ചെയ്യേണ്ടത് അത് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് കൺട്രോൾ സിസ്റ്റമാണ്. ഇൻക്ലൂഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ സെൻസിങ് എബിലിറ്റി. അപ്പോൾ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ടെമ്പറേച്ചറും പ്രഷറും സെൻസ് ചെയ്യാനുള്ള എബിലിറ്റി അവർക്കുണ്ട്. അഡ്വാൻസ്ഡ് കൺട്രോളേഴ്സ് യൂസ് the programming of a complete recipe and monitor freeze drying process. It depends on the application and use. The product chambers നോക്കാം. A large chamber with a system of shells on which to place the product. അപ്പം ഈ പ്രോഡക്റ്റ് ചേമ്പേഴ്സിൽ എന്താണ് നടക്കുന്നത്? ലാർജ് ചേമ്പറാണ്. ലാർജ് ചേമ്പേഴ്സിൽ എന്താണ് ഒരുപാട് ഷെൽസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പ്രോഡക്റ്റിനെ പ്ലേസ് ചെയ്യാനുള്ള ഒരുപാട് ഷെൽസ് ഉള്ള ഒരു വലിയ ചേമ്പർ സിസ്റ്റമാണ് പ്രോഡക്റ്റ് ചേമ്പേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ വന്ന് കണ്ടൻസറാണ്. ഇറ്റ് ഈസ് ടു അട്രാക്ട് ദ വേപ്പേഴ്സ് ബീയിങ് സബ്ലിംഡ് ഓഫ് ദി പ്രോഡക്റ്റ്. അപ്പോൾ കണ്ടൻസർ എന്ന് പറയുന്നത് എന്താണ്? വേപ്പേഴ്സിനെ ഈ സബ്ലിമേറ്റ് ചെയ്തുകൊണ്ടാവുന്ന വേപ്പേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നൊരു സിസ്റ്റമാണ് കണ്ടൻസർ എന്ന് പറയുന്നത്. സബ്ലിമേറ്റഡ് ഐസ് അക്യുമുലേറ്റ്സ് ഇൻ ദ കണ്ടൻസർ. ടെമ്പറേച്ചർ ഓഫ് ദി കണ്ടൻസർ സബ്സ്റ്റൻഷ്യലി ബിലോ ദ ടെമ്പറേച്ചർ ഓഫ് ദി പ്രോഡക്റ്റ്. അപ്പം കണ്ടൻസറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ടെമ്പറേച്ചറിനേക്കാളും കുറവായിരിക്കും. അതുപോലെ സബ്ലിമേറ്റ് ചെയ്യുന്ന ഐസ് അക്യുമുലേറ്റ് ചെയ്യുന്ന എവിടെ ആയിരിക്കും? കണ്ടൻസറിലായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിനായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഫ്രീസ് ഡ്രൈയിങ്ങിനുള്ള എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയായിരുന്നു? റെഫ്രിജറേഷൻ സിസ്റ്റം ഉണ്ട്, വാക്വം സിസ്റ്റം ഉണ്ട്, കൺട്രോൾ സിസ്റ്റം ഉണ്ട്, പ്രോഡക്റ്റ് ചേമ്പർ ഓർ മാനിഫോൾഡ് ഉണ്ട്, കണ്ടൻസർ ഉണ്ട്. ഇനി ഇവരുടെ ആപ്ലിക്കേഷൻ നോക്കാം. ഫ്രീസ് ഡ്രൈയിങ് എവിടെയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നോക്കാം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിനെ ഫ്രീസ് ഡ്രൈ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. ബിവറേജസ്, ഡയറി പ്രോഡക്ട്സ്, മീറ്റ്, ഫിഷ്, സ്പൈസ് ആൻഡ് ഹെർബ്സ്, ബേക്കറി ആൻഡ് കോൺഫെക്ഷണറിലെല്ലാം തന്നെ നമ്മൾ ഫ്രീസ് ഡ്രൈയിങ് മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലൈറ്റ് വെയ്റ്റ് വിച്ച് റെഡ്യൂസസ് ദ കോസ്റ്റ് ഓഫ് ഷിപ്പിംഗ്. അപ്പം ഫ്രീസ് ഡ്രൈ ചെയ്ത പ്രോഡക്റ്റ് ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും. അതെന്താണ്? കോസ്റ്റ് ഓഫ് ഷിപ്പിനെ കുറയ്ക്കുന്നുണ്ട്. റിക്വയർസ് നോ റെഫ്രിജറേഷൻ. സ്റ്റോറേജ് കോസ്റ്റ് ആർ റെഡ്യൂസ്ഡ്. ദെൻ ഫിസിക്കൽ സ്ട്രക്ചർ ഓഫ് ദി ഫുഡ് ഈസ് നോട്ട് ആൾട്ടേഡ്. അപ്പോൾ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫുഡിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ ആൾട്ടേഡ് ആവുന്നില്ല. ഫുഡ് റിറ്റെയിൻസ് മച്ച് ഓഫ് ഇറ്റ്സ് കളറും ഷേപ്പും ടെക്സ്ചറും ഫ്ലേവറും എല്ലാം തന്നെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും ഫ്രീസ് ഡ്രൈയിങ് വഴി ഉണ്ടാകുന്നത്. when it is prepared for consumption. Reconstituted quickly and easily by adding water. നമുക്ക് വാട്ടർ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഹാവ് എ ലോങ് ഷെൽഫ് ലൈഫ് വെൻ പാക്ക്ഡ് പ്രോപ്പർലി. നല്ലപോലെ പാക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് ഷെൽ ലൈഫ് കിട്ടാറുണ്ട്. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഫ്രീസ് ഡ്രൈയിങ്ങിൽ പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ടും 2 പ്രിസർവേഷൻ മെത്തേഡാണ് പഠിച്ചത്. ഫ്രീസിങ്, ഫ്രീസ് ഡ്രൈയിങ്ങും രണ്ടും ഡിഫറെൻറ്റ് മെത്തേഡ്സാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫുഡ് റേഡിയേഷൻ നോക്കാം. അപ്പോൾ അതുവരെ ബൈ.